ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ നിത്യയുടെ വീട്ടിലേക്ക് ചടങ്ങുകൾ നടത്തുന്നതിനായി എത്തിച്ചേർന്ന സുജയാതയോടും രഘുനാഥിനോടും വിഷമത്തോടെ നിത്യ പറയുന്നു, ഈ വിവാഹം നടക്കില്ലമ്മേ, ഇങ്ങനെയൊരു വിവാഹം, ഇങ്ങനെയൊരു ബന്ധം നടക്കാൻ എനിക്ക് യോഗമില്ലമ്മേ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നിത്യ പറയുന്നത് കേട്ട് സുജാത നിത്യയുടെ അരികിലേക്ക് ചെല്ലുന്നു. നിത്യയുടെ ആ വാക്കുകൾ പുറത്തുനിന്ന് കേൾക്കുന്ന ജീവനും ശരവണ്ണനും. ജീവൻ ആ വാക്കുകൾ കേട്ട് വളരെയേറെ സന്തോഷിക്കുന്നു. നിത്യയുടെ വിവാഹം കഴിക്കേണ്ടി വരില്ല എന്ന ആശ്വാസത്തിൽ ജീവൻ അങ്ങനെ നിൽക്കുമ്പോൾ നിത്യക്കരികിലേക്ക് എത്തിയ സുജാത കാര്യം അന്വേഷിച്ചു. മോളെ കണ്ട നാൾ മുതൽ എന്റെ മകളായിട്ടാണ് മോളെ ഞാൻ കണ്ടിരിക്കുന്നത്. മോളും അങ്ങനെ തന്നെയാണ് എന്നെ കുറിച്ച് കരുതിയതെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയോട് മോൾ ഇതിനുള്ള കാരണം പറയണമെന്ന് നിത്യയോട് സുജാത ആവശ്യപ്പെട്ടു. അവസാനം സുജാതയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിത്യ സത്യം വെളിപ്പെടുത്തുന്നു. തന്നെ ഗിരി എന്ന് പറയുന്ന ഒരു ഗുണ്ട അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും അയാൾ തന്റെ മേൽ ഉയർത്തിയിരിക്കുന്ന ഭീഷണിയെ കുറിച്ചും നിത്യ പറയുന്നത് കേട്ട് ഉടനെ തന്നെ സുജാത മറ്റൊരു തീരുമാനത്തിലെത്തി. തീർച്ചയായിട്ടും താൻ അവനെ കാണുമെന്നും എന്നാൽ മോൾക്ക് വേണ്ടി അവനോട് ഞാൻ ഒരിക്കലും അപേക്ഷിക്കുകയില്ല എന്നും സുജാത അറിയിച്ചു. വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങുന്ന രഘുനാഥനോടും സുജാതയോടും നിത്യ വിഷമത്തോടെ തന്റെ സംഭവങ്ങൾ അറിയിച്ചതിന്റെ സങ്കടത്തിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം സുജാത ഈ കാര്യങ്ങളൊക്കെ നിത്യയുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ രഘുനാഥനോട് അറിയിച്ചു. രഘുനാഥ് അത് കേട്ടതോടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം രഘുനാഥ് കാര്യങ്ങളൊക്കെ സുജാതയിൽ നിന്ന് അറിയുന്നു. സുജാത രഘുനാഥിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയത് കേട്ട് ഗിരിയെ ഉടനെ തന്നെ കണ്ടുമുട്ടണമെന്നും അതിന് തക്കതായ ശിക്ഷ ഗിരിക്ക് നൽകണമെന്നും അവർ തീരുമാനിക്കുന്നു. ഉടനെ തന്നെ ഗിരിയെ സുജാത മീറ്റ് ചെയ്യുകയും ഗിരിയോട് താൻ 25 ലക്ഷം രൂപ തരാമെന്നും നിത്യയുടെ ആയിട്ടുള്ള ആ ഭീഷണി എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് കേട്ട് ഗിരി 50 ലക്ഷം തരികയാണെങ്കിൽ താൻ അതിന് തയ്യാറാണെന്ന് അറിയിച്ചു. അവസാനം പണം തരാമെന്നുള്ള വ്യാജേന സുജാത കാറിനരികിലേക്ക് ഗിരിയെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ സമയത്ത് രഘുനാഥ് ഗിരിയെ മർദ്ദിക്കുകയും അവസാനം ഗിരിയുടെ ഫോണിലുണ്ടായിരുന്ന ആ ഫോട്ടോകൾ രഘുനാഥ് പിടിച്ചു വാങ്ങി അത് നശിപ്പിച്ചു കളയുകയും ഇനി മേലാൽ പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ മേലാൽ കാണിക്കരുത് എന്ന് രഘുനാഥ് വാൺ ചെയ്യുന്നു.